ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്, ഇടപെടുന്നത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ നാടകവേദിയിലെ പ്രധാന നടന്മാരിൽ ഒരാളായ ഗോപാലേട്ടൻ എന്ന് വിളിക്കുന്ന ഗോപാലനാടാട്ടാണ്. ഗോപാലേട്ടനെ സ്വാഗതം. ഇന്ത്യൻ നാടകവേദിക്ക്, മലയാള നാടകവേദിക്ക് ജോസ് ചിറമ്പിൾ വളരെ വളരെ പരിചിതമാണ്. ഒരു പക്ഷേ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതുവരെ നിന്നിരുന്ന ഒരു നാടക സങ്കല്പത്തെ, നാടക ഭാഷയെ പുതിയൊരു ഭാഷ കണ്ടെത്തിയതിൽ ജോസ് ചിറമ്പിൽ എന്നാണ്. ഇന്നും ഇന്നും എന്നും മലയാളിയുടെ മനസ്സിൽ ആ നാടക പ്രതിഭയുണ്ട്. ആ നാടക പ്രതിഭയുടെ കളരിയിലാണ് ഗോപാലേട്ടൻ പരിശീലനം തുടങ്ങുന്നത്. എങ്ങനെയായിരുന്നു ഗോപാലേട്ട? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ജോസേട്ടനെ വിലയിരുത്തുന്നത്, ജോസേട്ടന് ഒരു ശക്തമായ കാഴ്ചപ്പാടും ഒരു ദർശനവും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഒരു മേക്കിംഗ് ഐഡിയ ഉണ്ട്. കാരണം ഇന്ത്യയിൽ ആളെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തനാക്കുന്നത്, ഒരു സ്കിൽഡ് ആക്ടറെ എനിക്ക് വേണ്ട, നിങ്ങളെനിക്കൊരു മനുഷ്യനെത്താ, അതൊരു വ്യക്തിയെത്താ, ഞാൻ അയാളെ എൻ്റേതായ പ്രോസസ്സിലൂടെ ഒരു പ്രതിഭയാക്കി എടുത്തുകൊള്ളാം എന്ന് പറയുന്ന ഏറ്റവും തീവ്രമായൊരു വെല്ലുവിളിയാണ് ജോസേട്ടൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ജോസേട്ടനെ കുറിച്ച് ഞാനത് വിലയിരുത്തുമ്പോൾ, ഞാനൊരു സ്കിൽഡ് ആക്ടറല്ല, ശരിക്കും ഞാനൊരു ട്രെയിൻഡ് ആക്ടറല്ല എന്ന് തന്നെയാണ് എനിക്ക് ധൈര്യപൂർവ്വം പറയാനുള്ളത്. ഒരുപാട് കാലം ഇതിൽ ഞാൻ തുടർന്ന് 10-35 വർഷമായിട്ട് തിയേറ്റർ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ദാർശനികമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ സ്കിൽഡ് ആക്ടർ അല്ലാതെ പറയാൻ കാരണം, കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ ഘടനയിൽ നമ്മുടെ വേദികളൊക്കെ നാട്ടുമ്പുറങ്ങളായിരുന്നു. നമ്മുടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും അത് തന്നെയായിരുന്നു. നാട്ടുമ്പുറങ്ങളിലെ കൂട്ടായ്മ, വായനശാല വാർഷികങ്ങൾ, ക്ലബ്ബുകളുടെ വാർഷികങ്ങളിൽ അവിടുത്തെ നാട്ടുമ്പുറത്തെ ഓഡിയൻസ്, ഒറ്റയ്ക്കുള്ള ചില ഏകാഭിനയങ്ങൾ, കവിത ചൊല്ലൽ, എല്ലാ കൂട്ടുകാരും ഒത്തുകൂടി ഉണ്ടാക്കുന്നൊരു നാടകം എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്നാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ഓഡിയൻസ്, അത്തരം ഒരു സമ്പ്രദായത്തിൽ നിന്നാണ് ഞാനൊക്കെ ഒരു നാടകത്തേക്ക് എത്തിപ്പെടുന്നത്. ഒരുപക്ഷെ എൻ്റെ നാടകത്തിൻ്റെ താല്പര്യം എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനൊരു ടേണിംഗ് പോയിൻ്റ് ഒന്നുമില്ല. എനിക്ക് ഓർമ്മ വെച്ച നാട് തൊട്ട് തന്നെ ഒരു ആർട്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂളിൽ ഏകദേശം 1, 2, 3 ക്ലാസ്, 3-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ആ തിരിച്ചറിവ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ആർട്ടിസ്റ്റിക്കൽ മൈൻഡിലൂടെയാണ്. അങ്ങനെ സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഡ്രോയിങ് മാഷുമാർ, അധ്യാപകരുടേതായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ, അവരുടെ പ്രത്യേക പരിഗണന, മറ്റു കുട്ടികളിൽ നിന്ന് വിട്ട് നമ്മളെ പ്രത്യേകം പരിഗണിക്കുക, അങ്ങനെ സ്കൂൾ തലങ്ങളിലൂടെ വന്ന് അതിലേക്ക് നമ്മൾ മറ്റെന്തിനേക്കാൾ ഉപരിയായി നമ്മുടെ ഒരു മനോഘടന അതിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കാൻ തോന്നുന്നു എന്നൊരു തിരിച്ചറിവുണ്ട്. അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയമായിട്ട് ഉത്തരവാദിത്വം നമ്മളിൽ അറിയാതെ കടന്നുകൂടുന്നു. സ്വാഭാവികമായിട്ട് പുറത്തുള്ള സാമൂഹ്യ പ്രശ്നങ്ങളോടുള്ള ഇടപെടൽ, അതുമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു ആക്ടിവിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന കലാവിദ്യാഭ്യാസം, തെരുവ് നാടകങ്ങൾ, ഈ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി, അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ മാറുന്നു. ഒരു നാട്ടുംപുറങ്ങളെ ബന്ധങ്ങളിൽ നിന്നും മാറി കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന നല്ല ബുദ്ധിജീവികളായിട്ടുള്ള ബന്ധം, ഇടതുപക്ഷ ചിന്തകന്മാരായിട്ടുള്ള ബന്ധം, അങ്ങനെ നമ്മുടെ യൗവന കൗമാര കാലഘട്ടം നമ്മളെ വളർത്തിയെടുത്തത് ഒരു ആക്ടിവിസത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കലാവിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കല അങ്ങനെ കേവലം സർഗാത്മകതയല്ല, അതിന് ഒരു സാമൂഹികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ആത്യന്തികമായും ഒരു കലാസൃഷ്ടിയിലൂടെ സമൂഹത്തിനും അല്ലെങ്കിൽ ജനോപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ നോക്കിക്കാണുന്നത്. ശരിക്കും അതിന് ജോസേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസേട്ടൻ്റെ ഒരു വലിയൊരു പേപ്പർ തന്നെ ഇതായിരുന്നു. വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ അവരുടെ ഒഴിവ് സമയങ്ങൾ ഒത്തുകൂടുകയും അവരെ പക്വരായിട്ടുള്ള പ്രതിഭകളാക്കി മാറ്റുക, അവരെ അവരുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പക്വരായിട്ടുള്ള പ്രതിഭകളാക്കി എടുക്കുക എന്നുള്ളത് ജോസേട്ടൻ്റെ. ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു പക്ഷേ അത്രയും ചെറുപ്രായത്തിൽ ഇന്നും സംവിധായകരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അവർക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ആക്ടറെ കിട്ടിയ ഒരു പെർഫോമൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് പരിമിതികളെ സംവിധായകർക്ക് മറികടക്കാൻ പറ്റും. പക്ഷെ ജോസേട്ടൻ അതല്ല. ജോസേട്ടൻ ഒരാളെ കൊടുത്താൽ മതി, ഒരു വ്യക്തിയെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ യുവതിയെ കിട്ടിയാൽ മതി, യുവാവിനെ കിട്ടിയാൽ മതി,
അദ്ദേഹത്തിൻ്റെ ഈ യാത്രകളിലൊക്കെ തന്നെ അദ്ദേഹം ചിലപ്പോൾ ഒരു 3 ദിവസം കൊണ്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ചില നാടകങ്ങളൊക്കെ ചെയ്യും. വെറും 3 ദിവസമൊക്കെ മതി. ആളത് ചെയ്ത് ചെറിയ പെർഫോമൻസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഏത് സമയത്തും വളരാനും ചുരുങ്ങാനും വികസിക്കാനൊക്കെ ഉള്ള ഒരു ഗ്ലോബൽ സ്കില്ല് വളരെ ദാർശനികമായിട്ട് ജോസേട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് ജോസേട്ടൻ ഉണ്ടാക്കിയ വലിയൊരു പദ്ധതിയായിരുന്നു. ജോസേട്ടൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടൊരു വലിയ പദ്ധതി, ഒരു ഒരു പദ്ധതിയായിരുന്നു റൂട്ട്. ജോസേട്ടൻ എപ്പോഴും പറയായിരുന്നു റൂട്ടിലൂടെ കടന്നുപോയവരാണ് എന്ന്. റൂട്ടിലൂടെ കടന്നുപോയ ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ മലയാള സിനിമയിലും മലയാള നാടകവേദിയിലും ഉണ്ട്. എങ്ങനെയാണ് ആ റൂട്ടിൻ്റെ പദ്ധതി, എങ്ങനെയായിരുന്നു അത്? ജോസേട്ടനായി റൂട്ട് എന്ന് പേരിടുന്നതിന് വളരെ ശക്തമായിട്ട് ആ പേര് തന്നെ സെലക്ട് ചെയ്യുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമാണ് റൂട്ടഡായിട്ട് വർക്ക് ചെയ്യുക, റൂട്ടഡായിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുക. അങ്ങനെയായിരുന്നു ശരിക്കും. അപ്പം വേര് എന്നുള്ള അർത്ഥം, അപ്പം അദ്ദേഹം റൂട്ടിൻ്റെ ബയലോയിൽ പറയുന്ന അന്വേഷണാത്മകവും ഗൗരവപൂർണവുമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ നാടകവേദി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് അത് എല്ലാ തരത്തിലുള്ള നാടകക്കാരും ഉൾക്കൊള്ളാൻ പറ്റും, എല്ലാ തരത്തിലുള്ള കലാകാരിമാരും ഉൾക്കൊള്ളിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ഉത്സവപ്പറമ്പ് നാടകക്കാർ അല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ടുള്ള നാടകക്കാർ, അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല. കല എന്ന് പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഒത്തുചേരാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഹൈറാർക്കികളില്ല. ജോസേട്ടൻ്റെ മുമ്പിൽ ഒരു നല്ല ആക്ടർ, മോശം ആക്ടർ എന്ന് പറയുന്ന മാനദണ്ഡമില്ല. ആളൊരിക്കലും ഒരു നല്ല ആക്ടറെന്നോ അവൻ മോശം ആക്ടറെന്നോ അതൊരു നല്ല നാടകമാണെന്നോ ഇതൊരു മോശം നാടകമാണെന്നോ ഒരു മാനദണ്ഡത്തെ ഒരിക്കലും കലയെ സമീപിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ സാധാരണ ഈ കലയിലൊക്കെ ഏറ്റവും ബ്രോക്കൺ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിലയിരുത്തിക്കളയും. നല്ല നടനാണ്, നല്ല നടൻ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് മോശം നടനുണ്ടെന്ന് അർത്ഥം. പറയുന്ന എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് വിലയിരുത്തുന്ന കണ്ടിട്ടുള്ളത് ആര് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ക്വാളിറ്റിയുമേ കയറി ആൾ പിടിക്കും. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരൊറ്റ കാരണത്തിൻ്റെ പിടിക്കും. അതിനെയാണ് ആ ആളിൽ നിന്ന് ആൾ ഡെവലപ്പ് ചെയ്യുക. അപ്പം നീ ഉപയോഗിച്ച ശബ്ദം, വളരെ ഗൗരവപൂർവമായ ശബ്ദമാണ്. ആ ശബ്ദം അങ്ങനെ വളർന്ന് വികസിച്ച് അതിൻ്റെ ആ വികാരത്തിനനുസരിച്ച് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആ മേക്കിംഗ് ഐഡിയ നമ്മളെ രൂപപ്പെടുത്തുന്നത് നമ്മൾ അറിയില്ല. ആ പ്ലേയിലൂടെ വരുമ്പോഴാണ് ഞാൻ വന്ന ആളല്ല, ഒരു പെർഫോമറായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത്. അത് ചില ആൾക്കാർ ആ മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മളെപ്പോഴും ബർഡനായിട്ട് ഫീൽ ചെയ്യും. ജോസേട്ടൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയില്ല എങ്ങനെയാണ് നമ്മുടെ ഒരു ശരീരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കെമിസ്ട്രി, നമ്മളുണ്ടാവുന്ന മാറ്റം, നമ്മളിൽ ഉണ്ടാകുന്ന മാനസിക വികാസം, നമ്മുടെ വിചാരങ്ങൾ ആ സ്ക്രിപ്റ്റിലേക്ക്, കഥാപാത്രത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയില്ല, നമ്മൾ ബോധേടാവില്ല. അതാണ് ശരിക്കുള്ള മേക്കിംഗ് പ്രോസസ്സ്, രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു സ്കിൽഡ് ആക്ടർ ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും സംവിധായകൻ്റെ അടുത്ത്. സംവിധായകൻ പറയും എനിക്ക് ആവശ്യം ഇന്നതാണ്. അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ഡീല്. ഒരു ഇൻഡസ്ട്രിയൽ ഡീൽ അങ്ങനെയാണ്. ഇപ്പം സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ, ഇന്നാളെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അത് ചെയ്യും. ജോസേട്ടനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡീലില്ല. താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ഒരു വ്യക്തി ആ മാധ്യമത്തിനോട് കാണിക്കുന്ന ഇൻറ്റൻഷൻ, തീവ്രമായിട്ടുള്ള താല്പര്യം, ജോസേട്ടന്മാരുടെ താല്പര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തൽപരനാണോ, അതാണ് നിങ്ങളുടെ സ്കില്ല്. നിങ്ങളുടെ താല്പര്യത്തിനാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. മറ്റ് കഴിവുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക നിരന്തരമായ സമ്പർക്കത്തിലൂടെയും സംഭാഷണത്തിലൂടെയും പരിശീലനങ്ങളുടെയും ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇൻറ്റൻഷനാണ്. നിങ്ങൾക്ക് ആ മാധ്യമത്തെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ മാധ്യമത്തെ ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്ന ജീവിതത്തിലൊരു ഘട്ടമുണ്ട്. അവിടെയാണ് പ്രൊഫഷണൽ ആവുക എന്ന് പറയുന്നത്. അല്ലാണ്ട് അതിന് വരുമാനത്തിൻ്റെ മാനദണ്ഡത്തിലല്ല. നമ്മൾ പ്രൊഫഷണൽ ആവുന്നത് നമ്മൾ അതുകൊണ്ടാണ് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. അതെനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായി എന്നെ ബാധിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ പ്രൊഫഷണൽ ആവുന്നത്. എനിക്ക് ഇവിടെ ഒട്ടേറെ എല്ലാ മേഖലകളിലും അങ്ങനെയാണ്. എൻ്റെ തൊഴിൽ ഇതാണെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്ന തീരുമാനമുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 15 വയസ്സ് വരെയൊക്കെ എൻ്റെ നാട്ടിൻപുറത്തൊരു കലാകാരനായി പാട്ടുപാടിയും കവിത ചൊല്ലിയും നടന്നിരുന്ന ആളാണ്. 10-16 വയസ്സൊക്കെ കൂടി 18 വയസ്സോട് കൂടിയൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് ഞാൻ പല തൊഴിലും ചെയ്തിരുന്ന ആളാണ്. ഞാൻ ചെയ്യാത്ത ഏകദേശം തൊഴിലുകളില്ല. ഞാൻ ഇന്ത്യ റബ്ബറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പായസ കിറ്റ് സൈക്കിൾ ചവിട്ടി വിൽക്കാൻ നടന്നിട്ടുണ്ട്,
അങ്ങനെ പല അപ്പോളസ്ട്രി വർക്കിന് പോയിട്ടുണ്ട്. ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാനത് വീട്ടിൽ ഞാൻ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. വീട്ടിൽ വരുമാനം വേണം, നമ്മൾ വരുമാനം കൊടുക്കണം. അപ്പം മുഴുവൻ സമയം നാടകപ്രവർത്തനം കൊണ്ട് എന്നെ നടക്കില്ല. എനിക്ക് വീട് കോൺട്രഡിക്റ്റ് ചെയ്യേണ്ടി വന്നു. ശക്തമായിട്ടും വീട്ടുകാരിൽ നിന്ന് എൻ്റെ അച്ഛനെയും അമ്മ എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സ് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ പറയുന്ന കൂട്ടാക്കില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പാർട്ടി ഓഫീസുകളിലും നാടക ക്യാമ്പുകളിലും അവിടുന്ന് യാത്ര തുടങ്ങി. അവിടെയാണ് ഇത് നമ്മുടെ പ്രൊഫഷനാണെന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ്. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിലോ അല്ലെങ്കിൽ NSTയിലോ ലിസ്ബയിലോ ലെക്കോക്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റ് റാഡയിലോ മറ്റ് ഏത് ലോകത്തും നിങ്ങളെ പഠിപ്പിക്കുന്ന സ്കില്ലാണ്. പക്ഷേ അതിൻ്റെ ഇവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ രൂപപ്പെടാൻ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷന് പഠിപ്പിക്കാൻ കഴിയില്ല. അത് പഠിപ്പിക്കുന്ന നിരന്തരമായ സമ്പർക്കങ്ങളും ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളും കൂടിച്ചേരലുകളും നമ്മളെക്കാൾ മുതിർന്ന നടന്മാരിൽ നിന്നും സംവിധായകരിൽ നിന്നും അവരുടെ കൂടെ നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ആ വിദ്യാഭ്യാസം ആർജിക്കുന്നത്. മറ്റതൊരു റോബോട്ടിക് ആണ്. നിങ്ങളൊരു ഫാക്ടറിയിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിടുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ തിയേറ്ററിൽ ആർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്, ലക്ഷറിയാണ്. ഇവിടുത്തെ പോലെയല്ല. ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെക്കണം, പൈസ വേണം. അവിടെ ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ പൈസയുള്ളവന് ലക്ഷറിയാണത്. വിനോദോപാധ്യായിട്ടാണ് പൈസയുള്ളവനെ സംബന്ധിച്ച് ഒരു സമ്പന്ന വീട്ടിൽ ജനിച്ചു വളർന്ന ഇടത്തരക്കാരനെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ്, വിനോദോപാധ്യമാണ്. ഒരു പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഫീൽ ചെയ്തു. കാരണം ഞാൻ രൂപപ്പെട്ടത് അങ്ങനെയാണ്. ഞാൻ നടനായിട്ട് രൂപപ്പെടുന്നതിന് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ള എനിക്ക് ആരാണ്? ആക്ടിവിസ്റ്റുകളാണ്, വായനശാല പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ. ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാനില്ല. നമ്മുടെ അവതരണങ്ങൾ കൂടുതൽ നടന്നിട്ടുള്ളത് എവിടെയാണ്? നാട്ടുംപുറങ്ങൾ. കോഴിക്കോട് പോലെ ആയാലും തൃശ്ശൂരായാലും കേരളത്തിൽ ഉടനീളായാലും ഭയങ്കര റൂട്ടഡായിട്ടുള്ള ചെറിയ ചെറിയ സദസ്സുകളിലാണ് നമ്മൾ നാടകങ്ങളിൽ കളിച്ചിട്ടുള്ളത്. അവിടുത്തെ സംഭാഷണങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത് പോലും വലിയ നക്ഷത്ര ഹോട്ടലുകളിലൊന്നല്ല ഫുഡ് കഴിച്ചിട്ടുള്ളത്. അപ്പം അത്തരം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അത്തരം ഒരു സാമൂഹിക കൂട്ടായ്മയാണ്. അതോടുകൂടി നമ്മളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സ്വത്തും അതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ ആശ്രയിക്കുന്നത് വളരെ കരിയറായിട്ട് എങ്ങനെയാണ് പിന്നെ ആ ഒരു അരക്ഷിയാവസ്ഥയിൽ നിന്നാണ്, ആ ഭയത്തിൽ നിന്നാണ് ഈ കരിയർ അവബോധം ഉണ്ടാകുന്നത്. ഒരു ഭയത്തിൽ നിന്നാണ്. ആ ഭയമാണ് ഒരു കരിയർ ബോധം. എന്താ പറയുക, അസാധാരണമായിട്ടുള്ള ആത്മവിശ്വാസം, ചില ധാർമ്മിക ബോധങ്ങൾ ഇല്ലാതാവുന്നു നമ്മളിൽ നിന്ന്. പിന്നെ നമ്മൾ വളരെ പേഴ്സണലൈസ് ചെയ്ത് ആലോചിക്കും, വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചുരുങ്ങുകയും ഇതിനെ വളരെ കേവലം കരിയറിസ്റ്റിക്കായി കാണുക എന്ന് പറയുന്നിടത്ത് എത്തുന്നത്. ശരി, എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ഇപ്പോഴും അച്ചിട്ട് പറയാം ഒരു കാര്യം, ഇന്ത്യയിൽ ഒരു ആർട്ട് ഇൻഡസ്ട്രി ഇല്ല. ഒരു ഇൻഡസ്ട്രി ഉള്ളിടത്തെ ഒരു കലാകാരന് നിലനിൽപ്പുള്ളൂ. അതൊരു തൊഴിലായി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ നിന്നും ഒരു വരുമാനം പറ്റി ജീവിക്കുമ്പോഴാണ് ഒരു ഭൗതികപരമായ ഒരു ഭൗതിക ലോകത്ത് നമ്മുടെ ഒരു ഇൻകം കൈപ്പറ്റുന്ന ഒരാളായി മാറുമ്പോഴാണ് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ആർട്ട് ഇൻഡസ്ട്രി ഇവിടെ ഇല്ല. ചിത്രകലാരംഗത്തൊക്കെ ഈ അടുത്ത കാലത്താണ് ബിനാലെയും ഡബിളൻഡേഴ്സിൻ്റെ ഒക്കെ എക്സിബിഷനും ഒക്കെ വ്യാപകമാവുന്നതാണ് ഭാഗികമായി കുറേ ചിത്രകാരന്മാർ വിൽപ്പനയിലൂടെ ജീവിച്ചു പോകുന്നത്. ഇപ്പോഴും ഒരു വിഭാഗം കലാകാരന്മാർ സ്ട്രഗിളിലാണ്. നാടകരംഗത്തും ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ യൂറോപ്പിൽ പോയി പഠിച്ചു വന്നു. ചെറിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ അതും ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധ്യാപനം നടത്തിയൊക്കെ ജീവിക്കുന്നു എന്നല്ലാതെ ബഹുഭൂരിപക്ഷം നാടകക്കാർ ഇപ്പോഴും അതിൻ്റെ താല്പര്യത്തിൻ്റെ മുകളിലും തീവ്രമായിട്ടുള്ള അതിനോടുള്ള അഭിനിവേശം കൊണ്ടൊക്കെ പിടിച്ചു നിന്ന് നാടകം ചെയ്യുന്നവരാണ്. ഇപ്പം എനിക്ക് തന്നെ കഴിഞ്ഞൊരു 20 വർഷമായിട്ടാണ് ഞാൻ വരുമാനമൊക്കെ കൈപ്പറ്റാൻ തുടങ്ങിയത് നാടകത്തിൽ നിന്ന്. ഇത്രയും സമയം കഴിഞ്ഞ് അതുവരെ വീട്ടിൽ സ്ട്രഗിൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളും. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലമാണ്. അപ്പം ജോസേട്ടനെ അഡ്രസ്സ് ചെയ്തിരുന്നത് ഇങ്ങനൊരു ആവാസ വ്യവസ്ഥയാണ്. കാരണം ഈ എന്താ പറയുക, ഇതിന് പുറത്ത് നിൽക്കുന്ന, പുറത്താക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട സോണുകളെയാണ് ജോസേട്ടൻ അഡ്രസ്സ് ചെയ്തിരുന്നത്. അല്ലാതെ വളരെ ഫൈൻഡായി നിൽക്കുന്ന ഒരു സൊഫോസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിനെ അല്ല ജോസേട്ടൻ്റെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നതിൽ. ജോസേട്ടൻ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടെക്സ്റ്റിലൂടെ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിലൂടെ ഒരു കാര്യം ആത്യന്തികമായിട്ട് പറയാനുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കും.
ഇബ്സൻ്റെ ആൻ എനിമി ഓഫ് ദ പീപ്പിൾ, അതിനകത്ത് പാരിസ്ഥിതിക പ്രശ്നമുണ്ട്, ജലത്തിൻ്റെ പ്രശ്നമുണ്ട്, ആർത്തിയുടെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ എപ്രകാരമാണത് പ്രസക്തമാകുന്നതെന്ന് പറയാമോ? എനിമി ഓഫ് ദ പീപ്പിൾ, ഇബ്സന്റെ അത് ഭയങ്കര മനോഹരമായ അഡാപ്റ്റേഷനാണ് റൂട്ടിലുള്ള ജനശത്രു. അത് എങ്ങനെയാണ് സ്റ്റോക്ക്മാനെ മലയാളിക്ക് പരിചയപ്പെടുത്തുക? ആള് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ കുട്ടി, ഒരു ചെറുപ്പക്കാരൻ ഒരു കാർഷിക കോളേജിൽ പഠിക്കാൻ പോവുകയും തിരിച്ച് അയാൾ ചങ്ങാടം കയറി വീട്ടിലേക്ക് എത്തുന്നതോടുകൂടി നദിയിലെ മത്സ്യങ്ങൾ ചത്തുമലച്ച് കിടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അന്വേഷിക്കുന്നിടത്താണ് അദ്ദേഹം സ്റ്റോക്ക്മാനായിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പം അത്രത്തോളം ഉത്തരവാദിത്വപരമായി ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ വിഷയങ്ങൾ, അത് കീടനാശിനിയുടെ ഉപയോഗം, വിഷം തളിക്കുന്നത്, അല്ലെങ്കിൽ വിഷാംശമുള്ള പച്ചക്കറി, അങ്ങനെ ഭക്ഷ്യ വിഷബാധ എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്ക് ആ നാടകം നമ്മളെ എത്തിപ്പെടുത്തി എന്നുള്ളതാണ് ശരിക്കും. അതാണ് അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും. 35 വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ ജോസേട്ടൻ്റെ കളരിയിൽ നിന്ന് ഇപ്പോൾ അടുത്തത് ഈ റഷ്യയിലേക്കുള്ളൊരു യാത്രയാണ്. ദീപക് ശിവരാമൻ്റെ സംവിധാനത്തിൽ ഇബ്സൻ്റെ പിയർ ഗിൻഡുമായിട്ടാണ് യാത്ര ആരംഭിക്കുന്നത്. അപ്പം ജോസേട്ടൻ തുടങ്ങി ദീപക് ശിവരാമനിലേക്ക് എത്തുമ്പോൾ നാടകവേദി, യാത്ര, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ തയ്യാറെടുക്കുന്നത്? അന്ന് വളരെ 10, 22, 23 വയസ്സ്, 22 വയസ്സ് പോലും ഇല്ല. 23 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അന്ന് ഈ പൊളിറ്റിക്കൽ എന്താ പറയുക, തീവ്രവാദം, ഭീകരവാദം സംഭവമൊന്നും ഇല്ലാത്തൊരു സമയമാണ്. നമുക്കന്ന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ തരുന്നൊരു വല്ലാത്ത ധൈര്യമുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കില്ല, ചിലപ്പോൾ കുഴപ്പമില്ല, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാം. അവിടുത്തെ വളരെ ഫ്രീ ആയിട്ട് അവിടുത്തെ കലാകാരന്മാരെ തേടിപ്പിടിക്കും. അവരെ പരിചയമില്ല, അവർ പരിചയപ്പെടും. അപ്പോൾ അവർ വേദി ഒരുക്കും, അവർ കിടക്കാൻ ഷെൽട്ടർ ആക്കും. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചു, അടുത്ത വേദി ആ വേദിയിൽ ഇരുന്നു കൊണ്ട് കണ്ടെത്തും. അങ്ങനെ ഒരു ട്രാവലിംഗ് ഉണ്ട്. അത് ഭയങ്കര മാനുഷികതയിലും സ്നേഹസമ്പന്നതയിലും ഊന്നിയിട്ടുള്ളൊരു യാത്രയാണത്. ഇന്നത് സാധ്യമാണോ എന്നറിയില്ല. കാരണം ഇന്ന് ഒരുപാട് കടമ്പകൾ കടക്കണം. പോലീസുകാർ, പട്ടാളം, ചോദ്യം ചെയ്യലുകൾ, നിരീക്ഷണം, ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ട് വേണം അന്ന് ആ യാത്ര സാധ്യമല്ല. നമുക്ക് ആ യാത്ര തരുന്നത് തന്നെ വലിയൊരു ആർട്ടാണ്. കവികളെ പരിചയപ്പെടുന്നു, ശാന്തിനികേതൻ, ചിത്രകല, ശില്പകല. ഞാൻ ഈ ചിത്രകലയും ശില്പകലയൊക്കെ അടുത്ത് പരിചയപ്പെടുന്നത് തന്നെ അത്തരം ആ വിദ്യാലയങ്ങളിലൂടെ കടന്നു പോവുകയും അവരായിട്ട് അടുത്തിടപഴകുകയും, രാംകിങ്കറുടെ വർക്ക്, അങ്ങനെ KG സുബ്രഹ്മണ്യത്തിൻ്റെ വർക്ക്, കൃഷ്ണകുമാറിൻ്റെ അമാർക്കുടിയറിലെ ടാഗോറിൻ്റെ ശില്പങ്ങൾ, ബറോഡ യൂണിവേഴ്സിറ്റി, പ്രഭാകരനെ പരിചയപ്പെടുന്നു, അലക്സ് മാത്യുവിനെ പരിചയപ്പെടുന്നു. പിന്നെ അങ്ങനെ വല്ലാത്തൊരു അതൊരു നാടക യാത്ര മാത്രമല്ല, അങ്ങനെ ഒരുപാട് കലാകാരന്മാരും ബൗൾസിനെ പരിചയപ്പെടുന്നു. അങ്ങനെ ഒരു ആർട്ട് ജേണിയാണ് അത്. ആ ഒരു ലോകം നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു സ്വാതന്ത്ര്യമാണത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത് ആ യാത്ര എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കലാകാരന്മാരും വ്യത്യസ്ത രീതിയിലുള്ള കലകളും ഒക്കെ ആസ്വദിക്കാനും സ്റ്റേ ചെയ്യാനും സ്ട്രഗിൾ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ. പലർക്കും പല അസുഖം. അപ്പോൾ അവസാനം യാത്രയൊക്കെ നമ്മൾ 1.5 മാസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നതോടുകൂടി യാതൊരു വരുമാനവും ഇല്ല. നമ്മുടെ 1.5 മാസമായിട്ട് വീട്ടിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് നമ്മുടെ അമ്മമാർ കാത്തിരിക്കുന്നത് ഈ വെറും കൈയോടെ വരുന്ന ഈ ചെറുപ്പക്കാരെയാണ് കാത്തിരിക്കുന്നത്. ഒന്നും തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഷെയർ ചെയ്യണം, നിർബന്ധിതമാണ്. ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് ചായ കുടിക്കില്ല. കാരണം ചായ കുടിക്കുന്നത് ശരിയല്ല എന്നാണ് അന്ന് നമ്മൾ തീരുമാനിക്കുക. എല്ലാവർക്കും കിട്ടുന്ന പൈസ എല്ലാവർക്കും ഓരോ ചായ കുടിക്കാം, റൗണ്ടായിട്ടിരുന്നിട്ട് ആ ചായ കുടിയുള്ളൂ. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചാൽ എല്ലാവർക്കും ഓരോന്നെടുക്കുമ്പോൾ സിഗരറ്റ് കഴിഞ്ഞു. അത്രത്തോളം സൂക്ഷ്മമായിട്ട് പരസ്പരം നിരീക്ഷിച്ചും അറിഞ്ഞും ആണ് നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളത്. അതൊരു വിദ്യാഭ്യാസമാണ്. തിയേറ്ററിലൊക്കെ അത് എങ്ങനെ പഠിപ്പിക്കും? നമ്മൾ കൽക്കട്ടയിൽ നിന്ന് ശാന്തിനികേതനിലേക്കുള്ള യാത്രയുണ്ട്. 10 പൈസ കയ്യിലില്ല, കൃത്യം ടിക്കറ്റ് മാത്രമാണ് ഉള്ളത്. അവിടെയാണ് ഗണേശന് ചിത്രകാരന്മാരൊക്കെ പരിചയപ്പെടുന്നതൊക്കെ ആ സമയത്താണ്, ഈ ചിത്രങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ശാന്തിനികേതനിൽ പോയിട്ട് വിദ്യാർത്ഥികളെ കണ്ടിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അവിടെ കണ്ട് നാടകം കളിച്ചിട്ട് വേണം. അവിടെ സ്റ്റേ എവിടെയാണ് താമസിക്കുന്നത്, എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക, യാതൊരു തരത്തിലുള്ള മുൻധാരണയില്ല.
കൽക്കട്ടയിൽ നന്ദൻ്റെ മുമ്പിൽ സ്ട്രീറ്റിൽ നാടകം കളിച്ച് കുറച്ച് കാശ് കിട്ടി ടിക്കറ്റിനുള്ളത്. ആ കാശുമായിട്ട് ശാന്തിനികേതനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്രെയിനിൽ അന്ന് ഈ പൊരി മിക്സർ ഇതൊക്കെ ഇട്ടിട്ടൊരു ടീസ്പൂൺ കൊണ്ടൊക്കെ ഇറക്കിയിട്ട് ആൾക്കാരിങ്ങനെ ഈ പേപ്പർ കുമ്പിളിൽ മേടിച്ച് തിന്നുമ്പോൾ ഞാൻ ഹരിയേട്ടനോടോ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരെണ്ണെങ്കിലും നമുക്കൊന്ന് കിട്ടുമോ, ഇത് ചോദിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട്. വിശന്ന് കണ്ണ് കാണാണ്ട് കൊതി വരും മറ്റാൾക്കാർ. അത്രയും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കുന്നുണ്ട് ശാന്തിനികേതനിലേക്ക്. ടയേർഡായിട്ടാണ് നടക്കണം ഭയങ്കരമായിട്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ശാന്തിനികേതനിൽ ചെറിയൊരു നാടക സംഘം ഉണ്ട്, അവരെ സമീപിക്കും. ഞങ്ങൾ യാത്രയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഷെയർ ചെയ്തിട്ട് ഓരോ ആൾക്കാരെ ഓരോ റൂമിലേക്ക് താമസിപ്പിക്കാം. കൂട്ടായിട്ട് താമസിക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാരെ ഷെയർ ചെയ്തു. അവർ വിദ്യാർത്ഥികൾ ഒരുമിച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് നമുക്ക് 2 ചപ്പാത്തി കറികളൊക്കെ കഴിച്ച് അങ്ങനെ 2-3 ദിവസം അങ്ങനെ സ്റ്റേ ചെയ്ത് 4ാമത്തെ ദിവസം ഒരു കളി ഓർഗനൈസ് ചെയ്തു. അങ്ങനെ കുറച്ച് പൈസ കിട്ടി. അവർ പിന്നെ ഇൻഫോം ചെയ്തു മറ്റ് ചില ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ താമസിച്ചിരുന്ന ഒരു ബൗൾ ഹട്ടിനാണ്, രാം കിങ്കർ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്താണത്. എനിക്ക് എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അനിൽ എന്ന് പറഞ്ഞ സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ട് ആ സമയത്ത്. അവിടെ ശാന്തിനികേതനിൽ വർക്ക് ചെയ്തിരുന്ന സുഹൃത്താണ്, അവൻ്റെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. ടോയ്ലറ്റിലൊക്കെ പുറത്ത് പാടത്താണ് നമ്മളൊന്ന് പോയിരുന്നത് നന്നായിട്ട്. അപ്പോൾ ഈ വൈകുന്നേരം കിടന്നുറങ്ങുക ഈ ബൗൾസിൻ്റെ കൂടെ അന്ന് രാത്രി മുഴുവൻ ഒരു പാട്ടുകളുടെ കൂടെയാണ്. ഇങ്ങനെ വട്ടത്തിരുന്ന് ഇങ്ങനെ അവർ പാടും, അതിൻ്റെ കൂട്ട് നമ്മളെ പരിചയപ്പെടുത്തും, കെട്ടിപ്പിടിക്കും. അങ്ങനെയായിരുന്നു ആ ദിവസങ്ങളും മുഴുവൻ അവരുടെ കൂടെ ഇരുന്ന്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അവരുടെ കൂടെ താമസിക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പൈസ കിട്ടി, സാറ്റിസ്ഫൈഡായി, നമ്മൾ സന്തോഷമായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഉത്തർപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ കടന്നു പോവുകയാണ്. നമുക്ക് യാതൊരു പ്രിട്ടൻഷൻ, അടുത്തെന്ത് സംഭവിക്കുന്നത് പ്രിട്ടൻഷൻ ഒന്നുമില്ല. പലർക്കും പനി വരും, വയ്യാതാവും, അപ്പോൾ താൽക്കാലിക ഡോക്ടറെ കാണാം. അങ്ങനെ ഒരു യാത്ര എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ബോംബെയിൽ മലയാളികളെ കാണുന്നു, കുറച്ചുകൂടി പോഷായി, കുറച്ചുകൂടി ഭക്ഷണം നല്ല റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കാവുന്ന അവസ്ഥയായി. ബറോഡയിൽ വന്നു, പിന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. അപ്പോൾ കുറേ റിച്ചാവും, കുറേ ക്ഷയിച്ച് പോവും. അങ്ങനെ ഒരു വല്ലാത്തൊരു യാത്ര എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഫിലോസഫിക്കലാണ്, ശരിക്കും ദാർശനികമാണ് ശരിക്കത്. യാത്ര എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റും. അതിന് പിന്നീടാണ് നമ്മളിതിനെ കോർഡിനേറ്റ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ ഇതിന് എഡ്യൂക്കേഷനാണ്. നമ്മൾ ചെയ്തിട്ട് സ്ട്രഗിള് ഒരു പക്ഷേ സഹിക്കാൻ പറ്റില്ല. പരസ്പരം വഴക്കുകളുണ്ടാവും, സഹിക്കാൻ പറ്റാത്ത വഴക്കുകളായിരിക്കും. 1.5 മാസമായിട്ട് ഈ സ്ട്രഗിളിലൂടെ കടന്നു പോവല്ലേ. ചില ആൾക്കാർക്ക് വയ്യാണ്ട് പണിയെടുക്കാൻ മടിയായിരിക്കും. ഒരാളെ എളാങ്കെടുത്ത് കാല് കുഴിക്കുമ്പോൾ വേറൊരാളെ നോക്കി നിൽക്കും, വന്ന് സഹായിക്കാൻ പറയും. അങ്ങനെ ഒരാൾക്ക് ലൂസാവാൻ പറ്റില്ല. പരസ്പരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇതിൽ ആരാണ് മടി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഈഗോ ക്ലാഷുകളിലേക്കൊക്കെ എത്തിപ്പെടും. നമ്മളതിന് മറികടന്നിട്ട് യാത്ര ചെയ്യണം. കുറേ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഒരുപാട് സമയം ബന്ധങ്ങൾ ഇടപഴകി എല്ലാം ഓപ്പണായി, എല്ലാ സ്വകാര്യതകളും ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും. നമുക്കൊരു സ്വന്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ് ഒക്കെ എളുപ്പമല്ല, ഇനി സാധ്യമല്ല. എൻ്റെ മാനസികാവസ്ഥ സജ്ജമല്ല ഇപ്പോൾ എന്തായാലും. എനിക്ക് എൻ്റേതായിട്ടുള്ള ഇനിയിപ്പോൾ നമ്മൾ എത്ര ഓപ്പണാന്ന് പറഞ്ഞാലും എത്രത്തോളം നമ്മൾ ഓപ്പണാവുന്നു അത്രത്തോളം ഡീപ്പായിട്ട് സ്വകാര്യത വന്ന് കൂടും നമ്മളുടെ കൂടെ എന്ന് പറയുന്ന പോലെയാണിത്. പരസ്പര പൂരകങ്ങളാണ്. ചില ആൾക്കാർ പറയും വളരെ ഭയങ്കര ഓപ്പണായിട്ടുള്ള മനുഷ്യനാണ്. ഓപ്പണായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഇൻട്രവേർട്ടഡ് ആയിട്ടുള്ള മനുഷ്യൻ ഈ പരസ്പര പൂരകങ്ങളാണ്. എത്ര ഓപ്പണായാലും സ്വകാര്യത എന്ന് പറയുന്ന സാധനം ഇല്ലേ ഈ മനുഷ്യന്. ഭയങ്കര ഓപ്പണാണ്, ഭയങ്കര സ്മാർട്ടാന്ന് പറയും. ഭയങ്കര ഓപ്പണാന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ധാരണ മുഴുവൻ എല്ലാ ചങ്കും പൊളിച്ച് ആൾക്കാരെ പോലും മലർന്നു നിൽക്കുക എന്നുള്ളതാണ് ഓപ്പൺ. അതല്ലല്ലോ, വ്യത്യാസമുണ്ട് ഓപ്പണാവാൻ തന്നെ. നമ്മൾ ഓപ്പൺ ആണെങ്കിലും നമ്മുടെ സ്വത്തും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ നമുക്ക് സ്വകാര്യതകളുണ്ട്. അല്ലാണ്ട് അങ്ങനെ ഓപ്പണായി നിൽക്കാറൊന്നും പറ്റില്ല. അങ്ങനെ ഓപ്പണായി നിൽക്കുന്നു എന്നൊക്കെ പറയണത് ഭയങ്കര പൊള്ളത്തരാ, നുണയാണ്. അങ്ങനെ ഓപ്പൺ ആവാനൊന്നും പറ്റില്ല സൊസൈറ്റിയിൽ. എങ്ങനെയാണ് ഓപ്പൺ ആവുക? അത് പഴയ ചുമ്മാ ഈ കുട്ടികളുടെ അടുത്ത് പണ്ട് ചില പറഞ്ഞു പറ്റിക്കാന്ന് മാത്രം. അപ്പൊ നമ്മളെല്ലാം കൊണ്ടൊരു സംഘമായിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സംഘമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ സ്വയം ചോദിക്കും, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് ഒരുമിച്ച് കിടന്നുറങ്ങണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്ക് മാത്രമായിട്ട് ചായ കുടിക്കാൻ പറ്റില്ല, ഒരു സിഗരറ്റ് കൂടുതൽ വലിക്കാൻ പറ്റില്ല. എല്ലാം സമാനമായി വിരിക്കപ്പെടണം.
കത്തെഴുതണം, ഫോണില്ല വീട്ടിലേക്ക്. ഒരാൾക്ക് മാത്രമായിട്ടൊരു പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തം ഈഗോയായിരിക്കും. അതൊക്കെ ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. അതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ അധികകാലം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ആ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് പോയിട്ടുള്ളതാണ്. പക്ഷെ നല്ല പാടാണ്. കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളിലും കുഞ്ഞുണ്ണി മാഷ് തൊട്ടിട്ട് പേട്ടൻ പല കുളൂർമാഷ നാടകങ്ങൾ തൊട്ടിട്ട് ഇന്ത്യയിൽ യാത്ര ചെയ്തതിൻ്റെ അടുത്തൊരു വലിയൊരു യാത്ര നാടകങ്ങളുടെ നമ്മളുടെ മനസ്സിലാക്കുന്ന സ്ലാബ്സ്ലോസ്കി, ഗ്രോട്ടോസ്കി, വലിയൊരു ബോസ്കോ ആർട്ട് തിയേറ്ററിലൊക്കെ, അവിടെ വലിയൊരു തിയേറ്ററിലാണ് നാടകം കളിക്കാൻ പോകുന്നത്. ഒരു സംഘം ഓക്സിജൻ തിയേറ്ററിൻ്റെ പേരിൽ എല്ലാ നാടകക്കാരും ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. യാത്രക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഒരു കാര്യം നിർത്താം. കേരളത്തിലായാലും ഭൂമിയുടെ ഏതറ്റത്തായാലും യൂറോപ്പായാലും റഷ്യ ആയാലും ഓസ്ട്രേലിയ ആയാലും നാടകരംഗത്ത് മനുഷ്യന് സാധ്യമാവുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ പ്രത്യേകിച്ച് അത്ഭുതങ്ങൾ ലോകത്തുണ്ടായിട്ടില്ല. നമ്മൾ വളരെ ട്രഡീഷണലായി പഠിച്ചിട്ടുള്ള അവതരണ കല എന്നുള്ള നിലയ്ക്ക് നാടകത്തിൽ പഠിച്ചിട്ടുള്ള ആ വിദ്യാഭ്യാസം തന്നെയാണ് ലോകത്ത്. ആ വിദ്യാഭ്യാസം ലോകത്ത് എല്ലായിടത്തും സമാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രാജ്യം. ഞാൻ ഒരു ട്രാവലിംഗ് തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് കേരളത്തിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും സാഹചര്യങ്ങളിലെ വൈവിധ്യമുണ്ടെന്നല്ലാതെ തിയേറ്റർ എന്നുള്ള നിലയ്ക്ക് സമാനം തന്നെയാണ്. അത് എല്ലായിടത്തും ഒരേപോലെ തന്നെ സമാനമായി നിൽക്കുന്ന ഫണ്ടമെന്റ്സ് തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് അത്ഭുതങ്ങൾ ഒരു രാജ്യത്തെ മനുഷ്യന്മാർക്കോ വേറെ പ്രത്യേകിച്ച് അത്ഭുതമില്ലായ്മയൊന്നുമില്ല. അതെല്ലായിടത്തും എല്ലാ നാടകക്കാരും സമാനമായി അനുഭവിക്കുന്ന പ്രശ്നം ലോകത്തെല്ലായിടത്തും സമാനമായിട്ട് തന്നെയാണ് ആ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കലാകാരൻ ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്ന പ്രശ്നം, യൂറോപ്പിൽ ഇരുന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം, വെനീസിൽ ഇരുന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം സമാനം തന്നെയാണ് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. ഞാൻ അതിനെ കൂടെ ലളിതമായിട്ട് എങ്ങനെ കലേനെ തുടർന്ന് കാണാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇത് ആനഭാരവുമായിട്ടോ ഒന്നും ഒരിക്കലും ഇതിനെ സമീപിക്കാൻ തയ്യാറല്ല. അപ്പുറത്ത് ബയോക്രസി, ഡെമോക്രസി പോലെ തന്നെ ബയോക്രസി ഉണ്ടല്ലോ. ജന്തുജീവജാലങ്ങളും മരങ്ങളും കടങ്ങുന്ന വേറൊരു ലോകം കൂടി ഉണ്ടല്ലോ. അതിനെയും കൂടി ഉൾപ്പെട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ. കുട്ടികൾക്ക് എപ്പോഴും കഥകൾ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരു കഥാകാരൻ എന്ന നിലയിൽ, നാടകക്കാരൻ എന്ന നിലയിൽ കുട്ടികളുടെ ഒരു കഥ പറയാമോ? ഉദാഹരണം, അത് വളരെ എന്നെ സ്പർശിച്ചൊരു കഥയാണ്. വളരെ ഏകനായി ജീവിക്കുന്നൊരു മനുഷ്യൻ, ഒറ്റയ്ക്ക് ചെറിയൊരു വാടക മുറിയിൽ ബന്ധുമിത്രാദികളൊന്നുമില്ലാതെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ. ഈ ജീവിത സാഹചര്യം കൊണ്ടെന്ന് പറയുന്നത് അയാൾക്ക് വേറെ തൊഴിലൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആരും അയാളെ അഡ്രസ്സ് ചെയ്യാനോ ആരും അയാളോട് കാര്യങ്ങൾ എന്താണ് തിരക്കാനോ ആരുമില്ലാത്തൊരു മനുഷ്യൻ ഒരു ദിവസം തൊഴിലന്വേഷിച്ച് അയാൾ റൂമിൽ നിന്ന് അയാൾ താമസിക്കുന്ന ഇടത്തു നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. അയാൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആരും അയാൾ ശ്രദ്ധിക്കപ്പെടാത്ത ശരീരപ്രകൃതക്കുള്ള വളരെ നിശബ്ദനായിട്ടുള്ള ഒരു പരാതിയുമില്ലാതെ എല്ലാം സഹിക്കുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു തൊഴിൽ, എന്തെങ്കിലും എൻ്റെ ഈ ചെറിയ ദുർബലമായിട്ടുള്ള ശരീരം വെച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റണം, എനിക്ക് പട്ടിണി കിടന്ന് വയ്യ, ആൾക്ക് ആഹാരമോ വെള്ളമോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒന്നും ആരും അറിഞ്ഞു കൊടുക്കുകയോ സഹായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അയാൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു തീരുമാനമെടുത്തു. അവശനായി അയാളുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ ആരംഭിച്ച അയാൾ നല്ല തീക്ഷ്ണമായ വെയിലാണ്, അതികഠിനമായ ചൂടാണ്. ആളുകൾക്ക് കൊടയുണ്ട്, തണലുകളുണ്ട്, കടയോരത്ത് കയറി നിൽക്കാം. ഹോട്ടലിലെ ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല നിറമുള്ള ജ്യൂസുകളുണ്ട്, മധുരപലഹാരങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കാക്കകൾ എച്ചിലുകൾ വളരെ സമ്പുഷ്ടമായി സന്തോഷത്തോടു കൂടി കൊത്തി തിന്നുന്നുണ്ട്. ഇയാൾക്ക് മാത്രം അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒന്നുമില്ല. ഈ അതികഠിനമായിട്ടുള്ള വിശപ്പ് കാരണം ഇയാൾ ആരോടും പറയാൻ പറ്റാതെ ഇങ്ങനെ ആടി തല ചുറ്റിങ്ങനെ റോഡ് അളന്നിങ്ങനെ വേച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ തല ചെറുതായിട്ടൊന്ന് കറങ്ങി അയാൾ ഒരു പൈപ്പമ്മ കയറി പിടിക്കുന്നതാണ്. റോഡ് വെക്കൽ പൈപ്പ് പൊക്കുന്ന സമയത്ത് അയാൾ കുറച്ച് വെള്ളം കുടിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ആ പൈപ്പിൽ വെള്ളമില്ല. അയാൾ പിടിച്ച് കതച്ച് ആ പൈപ്പമ്മ നിൽക്കുക.
അയാൾ വീണ്ടും നടന്നു പോയി ഏറ്റവും സാധുവാന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് എനിക്കൊരു 2 രൂപ തരുമോ എന്ന് ചോദിച്ചു. അയാളത് കേട്ട മാതിരി പോലും നടിക്കില്ല. അയാൾ ആളുകളെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ ആളുകൾ അയാളോട് ചോദിച്ചാൽ കിട്ടുമോ, അല്ലെങ്കിൽ ആ മേഡത്തിനോട് ചോദിച്ചാൽ കിട്ടുമോ. അങ്ങനെ ആളുകളെ തെരഞ്ഞെടുത്ത് അയാൾ ചോദിച്ചോളൂ, എനിക്ക് 1 രൂപ മതി, 25 പൈസ മതി, ഒരു മിഠായിയെങ്കിലും വായിൽ അലിയിപ്പിച്ചാൽ മതി. അങ്ങനെ ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആൾ പോലും അയാളെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ. അയാൾ ശരിക്കും വയ്യ, നടന്ന് അയാളിങ്ങനെ വല്ലാത്തൊരവസ്ഥ. തല ചുറ്റി ഇങ്ങനെ നടന്ന് ഇഴഞ്ഞ് പോകുന്നത് വഴിക്ക് എന്തോ ഒരു തീക്ഷ്ണമായൊരു വേദന അയാളുടെ നെറുകയിലേക്ക് ഇരച്ച് കയറി. അത് കാൽപാദങ്ങളിൽ തറച്ച് നെറുകയിലൊരു മിന്നലാട്ടം പോലെ അങ്ങനെ എത്തി അയാൾ തല ചുറ്റി വീഴുകയാണ്. വീഴുന്ന സമയത്ത് നഗരം മുഴുവൻ ഇയാളെ കാൽക്കാല് വെച്ച് നടന്നു പോകുന്നുണ്ട്. ആ ബോധമില്ലാതെ കിടക്കുക, ആരും ശ്രദ്ധിക്കുന്നില്ല. ആൾക്കാർ കവച്ചു വെച്ച് പോകുന്നു, എല്ലാവരും മാറി നടക്കുന്നു. ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ സ്വബോധമില്ലാത്ത ആളായിരിക്കാം എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കാം. അയാൾ അങ്ങനെ പതുക്കെ അങ്ങനെ വയ്യാത്ത അവസ്ഥയിൽ ഇയാളിങ്ങനെ കണ്ണു തുറക്കുന്നുണ്ട്. ഞാൻ എവിടെയാണ് കിടക്കുന്നത്? എനിക്ക് ആരും ഇല്ലാതായി പോയല്ലോ, അച്ഛനില്ല, അമ്മയില്ല, കൂട്ടുകാരില്ല, ഞാൻ എന്ത് ചെയ്യും? എന്താണൊരു വേദന നോക്കിയാൽ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പരതി എന്തോ തറഞ്ഞതുപോലെ ഉണ്ടല്ലോ. തപ്പി നോക്കി അതിങ്ങനെ വേദനയോട് കൂടി അതിങ്ങനെ വലിച്ചെടുത്ത് നോക്കണ സമയത്ത് അതൊരു സ്വർണ്ണത്തൂശിയായിരുന്നു. ഒരു സ്വർണത്തിൻ്റെ തൂശിയായിരുന്നു അത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നിരാശകരമായി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കാൽച്ചോട്ടിൽ ഒരു നിധി പോലെ, ഒരു പരിഗണന പോലെ, ഒരു ലവ് പോലെ ഒരു സ്വർണത്തിൻ്റെ തൂശി തറയ്ക്കുന്ന ആൾക്കാരായി മാറട്ടെ എന്നാണ് എനിക്ക് ഈ കഥയിൽ പറയുന്നത്. നമ്മളോട് പല വിഷയങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീ ഗോപാലേട്ടൻ. എപ്രകാരമാണ് വർഷങ്ങളോളം 10-30 വർഷങ്ങളോളം തിയേറ്ററിലേക്ക് സജീവമായി പങ്കെടുത്തത്, എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഏകദേശം 5-6 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേകമായ ഒരു സിദ്ധി, ആ ഒരു വിളി തിയേറ്ററിലേക്ക് കണ്ടെത്തുകയും അങ്ങനെ പിന്നീട് ജീവിതം മൊത്തം അതിലേക്ക് സമർപ്പിക്കുകയും സാമൂഹികമായ വിഷയങ്ങളിൽ, ധാർമ്മികമായ വിഷയങ്ങളിൽ എപ്രകാരമാണ് തിയേറ്റർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അത് മാത്രവുമല്ല, ഇവിടെയാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും മറ്റ് സാംസ്കാരിക ലോകങ്ങളിലാണെങ്കിലുമൊക്കെ തിയേറ്റർ അതിൻ്റേതായിട്ടുള്ള ഒരു സ്വത്വമുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു ലോകമുണ്ട്. അത് തമ്മിൽ വളരെ സാമ്യമുണ്ട്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ തമ്മിൽ വളരെ സാമ്യമുണ്ട്, അത് പരിഹരിക്കുന്നതിൽ തമ്മിൽ സാമ്യമുണ്ട്. ഈ രീതിയിൽ അതിലൊക്കെ നാടകത്തിനുള്ള റോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മളോട് സംസാരിച്ച് പലപ്പോഴും നമുക്കറിയാത്ത ലോകങ്ങൾ, അത് അനുഭവത്തിൽ നിന്നാണ് ഇത്രമാത്രം വാക്കുകൾക്ക് ഗൗരവവും ആർജവവും തീക്ഷ്ണതയും ഉണ്ടാകുന്നത് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഗോപാലേട്ടൻ്റെ വാക്കുകളിൽ നിറയെ ആ തീക്ഷ്ണത ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുത്തതാണ്, അത് യാത്രയിൽ നിന്ന് ആർജിച്ചെടുത്തതാണ്. യാത്ര ജീവിതമായിട്ടും നാടകം ജീവിതമായിട്ടും. അത് മാത്രമല്ല, നാടകത്തിന് എന്തൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. അത് ഏതൊരു വിരുദ്ധ സാഹചര്യത്തിൽ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ആ സാഹചര്യത്തോട് ഇഴുകിച്ചേർന്നുകൊണ്ട് അതും നാടകത്തിന് ഭാഗമാക്കി തീർക്കാവുന്ന തരത്തിൽ, അതിൽ പെർഫെക്ഷൻ എന്ന് പറയണതല്ല, ജീവിതത്തിൻ്റെ ഉള്ള അപൂർണതകളൊക്കെ തന്നെ അത് നാടകത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു തന്ന ഗോപാലേട്ടന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. എല്ലാ ഭാവി സംരംഭങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. ഹൃദയമേ, നീ എന്തിനിങ്ങനെ വിറയ്ക്കുന്നു? തൊട്ടാവാടിച്ചെടികൾക്കിടയിൽ പാമ്പിഴഞ്ഞാലെന്ന പോലെ നീ എന്തിനിങ്ങനെ കൂമ്പുന്നു?